ഹൃദയത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം സ്കിൻ കെയർ ആണ് അല്ലെ, സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. അപ്പം എന്താണ് സ്കിന്ന് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊരു കാര്യം ആദ്യം തന്നെ പറയാം, എല്ലാത്തിലെയും പിക്ചേഴ്സ് സ്ത്രീകളുടെ ആണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, പുരുഷന്മാർ ഒരിക്കലും വിചാരിക്കരുത് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. സ്ത്രീകളല്ലേ കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നത് അല്ലെ, അതുകൊണ്ടാണ് സ്ത്രീകളുടെ പിക്ചേഴ്സ് ആണ് ഇതിൽ ഫുൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും പുരുഷന്മാർ വിചാരിക്കരുത് ഇത് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി അടുത്തത് മുടിന്റെയിലാണെങ്കിൽ സ്ത്രീകളുടെ പടമാണ്, നല്ല ലോങ് ഹെയർ ആണ്, അപ്പൊ അത് പുരുഷന്മാർക്ക് ഉപയോഗിച്ചുകൂടാന്നില്ല. അത് ആദ്യം തന്നെ പറയുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ സ്കിന്നിന്റെ കാര്യം അല്ലെ. സ്കിന്ന് എന്താണ്? സ്കിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ലാർജസ്റ്റ് ഓർഗൻ ആണ് സ്കിന്ന് എന്ന് പറയുന്നത്. ഒരാളുടെ വെയിറ്റിന്റെ ഒരു 16 മുതൽ 20% വെയിറ്റ് ഏതാണ്? സ്കിന്നിന്റെ വെയിറ്റ് ആണ്. ഓരോ ആൾക്കാരുടെ ബോഡി വെയിറ്റിൽ ഒരു 16 മുതൽ 20% വരുന്നത് ആ ആളുടെ സ്കിൻ വെയിറ്റ് ആണ്. നമുക്ക് നോക്കാം, സ്കിന്ന് പല തരത്തിലുണ്ട് അല്ലെ. തിക്കസ്റ്റ് ആയിട്ടുള്ള സ്കിന്നും ഉണ്ട്, തിന്നസ്റ്റ് ആയിട്ടുള്ള സ്കിന്നും ഉണ്ട്. അതായത് കട്ടിയുള്ള സ്കിന്നുണ്ട്, നേരിയതായിട്ടുള്ള തൊലിയുണ്ട്. കട്ടിയായിട്ടുള്ള സ്കിന്ന് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ കയ്യിൽ അല്ലെ, കയ്യിലും കാൽപാദത്തിലും ഒക്കെ ഉള്ളതാണ് കട്ടിയായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ചൂട്, ഇപ്പം ആയുർവേദത്തിലാണെങ്കിൽ കിഴി വെക്കുമ്പം നമ്മൾ ഇവിടെ ഉള്ളം കയ്യിൽ വെച്ചിട്ടല്ല ചൂട് നോക്കുന്നത്, കാരണം ഇത് കുറച്ചുകൂടി റെസിസ്റ്റന്റ് ആണ് ഹീറ്റിന്. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നോക്കുന്നത്. ചൂടായിട്ടുണ്ടോ എങ്കിൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണ് രോഗിയിൽ വെക്കുന്നത്. അപ്പൊ ഇവിടെയാണ് വെച്ച് നോക്കുന്നത്, കിഴി കുത്തി നോക്കുന്നത് ശരിയായിട്ടുള്ള ടെമ്പറേച്ചർ ആണോ എന്നുള്ളത്. ഇനിയോ തിന്നസ്റ്റ് ആയിട്ടുള്ള സ്കിന്നും ഉണ്ട്. നമ്മളുടെ കണ്ണിലെ സ്കിന്ന് എന്ന് പറയുന്നതൊക്കെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. പിന്നെയും എന്ത് തരത്തിലുള്ള സ്കിന്ന് നമുക്ക് കാണാൻ പറ്റും? രോമങ്ങളുള്ള സ്കിന്നുണ്ട്, രോമങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള സ്കിന്നുണ്ട്. ഹെയറി സ്കിന്ന്, നോൺ ഹെയറി സ്കിൻ എന്ന് പറയുന്നത് അല്ലെ. ഹെയറി സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ തലമുടി, പിരികം ഒക്കെ ഉണ്ട് അല്ലെ. നോൺ ഹെയറി എന്ന് പറഞ്ഞാൽ കൈകാലുകളിലുള്ള, ഉള്ളം കൈ, കാൽപാദത്തിലൊന്നും സ്കിന്നില്ല അല്ലെ. ഇനി ഈ ഒരു സ്കിന്നിന്റെ കാര്യത്തില് സ്കിന്നിന് എത്ര ലെയേഴ്സ് ആണുള്ളത്? സ്കിന്നിന് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞിട്ട് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഇതിന്റെ ഒന്നും പേര് നോക്കണം എന്നില്ല, പക്ഷെ എങ്കിലും ഞാൻ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിഞ്ഞു വരും. അപ്പം എന്നാലും എല്ലാവരും ആദ്യം തന്നെ ഒരു പേനയും ഒരു പേപ്പറും എടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് കുറച്ച് എന്താണ് ഓരോരോ പ്രൊഡക്ട്സിൽ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുക്കളും അത് എപ്രകാരമാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ, അതൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാം ഓർത്ത് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എല്ലാവരും ഒരു പെന്നും ഒരു പേപ്പറും എടുത്ത് നമ്മുടെ ഈ ഒരു പ്രൊഡക്ട് ട്രെയിനിങ് കേൾക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ പറഞ്ഞു വന്നത് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. എപ്പിഡെർമിസ്, അതായത് ഏറ്റവും പുറമേയുള്ള ഒരു ലെയർ, പുറമേയുള്ള സ്കിന്നിന്റെ ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഉള്ളതാണ് ഡെർമിസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും താഴെയുള്ളതാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്ന പുറമേയുള്ള ഈ ഒരു സ്കിന്ന്, അതിൽ ഒരുപാട് സെൽസ്, ഒരുപാട് തരത്തിലുള്ള കോശങ്ങളാണ് ഉള്ളത്. കെരാറ്റിനോസൈറ്റ്സ്, മെലാനോസൈറ്റ്സ്, ലാംഗർഹാൻസ് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. കെരാറ്റിനോസൈറ്റ്സ് ഇതിന്റെ ഒന്നും പേര് ഓർക്കണ്ട, എന്താണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി ഞാൻ പറയുമ്പോൾ. അപ്പം ഈ ഒരു കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളിൽ നിന്നുമാണ് കെരാറ്റിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രോട്ടീൻ പൗഡർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ ആണ്. ആ ഒരു പ്രോട്ടീൻ എന്തിന് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സ്കിന്നിന്റെ റിജിഡിറ്റിക്ക് വേണ്ടിയിട്ട്, ബലം, ഉറപ്പിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മുടെ സ്കിന്നിൽ മാത്രമാണ് ഉള്ളത് അല്ല, നമ്മുടെ നഖത്തിലുണ്ട്, നമ്മുടെ മുടിയിലുണ്ട്. ഇവിടെ ഇത്രയും 3 ഭാഗങ്ങളിലാണ് കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉള്ളത്. പിന്നെ ഉള്ളതാണ് മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങൾ. അവിടെ നിന്നുമാണ് മെലാനിന്റെ ഉൽപാദനം നടക്കുന്നത്. മെലാനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ കളറിംഗ് പിഗ്മെന്റ് ആണ് മെലാനിൻ. അപ്പം ഈ മെലാനിനെ പറ്റിയിട്ടൊക്കെ പോകെയുള്ള സ്ലൈഡ്സിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാം പറയുമ്പോഴത്തേക്കും ഓർമ്മയിൽ ഇല്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ഇനി അങ്ങോട്ടേക്കും തുടർച്ചയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയും ചർച്ച ചെയ്യും. അപ്പൊ മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കളറിംഗ് പിഗ്മെന്റ് എന്ന് പറയും. അതായത് കളറ് തരുന്ന, നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ കളറ് തരുന്നതായിട്ടുള്ള ഒരു വസ്തുവാണ്. കളറ് തരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ തരുന്നത് എവിടേക്കാണ് ബ്ലാക്ക് കളർ തരേണ്ടതായിട്ടുള്ള ആവശ്യം? നമ്മുടെ മുടിക്കുണ്ട് അല്ലെ, മുടിക്കുണ്ട്, സ്കിന്നിനുണ്ട്. അപ്പൊ നമുക്കറിയാം
ചില വെളുത്ത ആൾക്കാരും, അതായത് കുറച്ച് ഫെയർ സ്കിൻ ഉള്ളവരും കുറച്ച് ഡാർക്ക് സ്കിൻ ഉള്ളവരും. ഇവരുടെ എന്താണ് ഇവരിൽ ആ മെലാനിന്റെ അളവ് എന്ന് പറയുന്നത്? മെലാനിന്റെ അളവ് കുറച്ചുകൂടി കൂടിയിരിക്കുമ്പോഴാണ് സ്കിന്ന് ഡാർക്ക് കളറിൽ ആകുന്നത്. ഫെയർ സ്കിൻ ഉള്ളവരാണെങ്കിൽ മെലാനിന്റെ അളവ് കുറവായിരിക്കും. ഈ മെലാനിൻ ആണ് കളറിംഗ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ മെലാനിനെ തന്നെ 3ആയിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്: യു മെലാനിൻ, ഫിയോ മെലാനിൻ, ന്യൂറോ മെലാനിൻ എന്ന് പറഞ്ഞിട്ട്. യു മെലാനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ സ്കിന്നിന് കളർ തരുന്നതായിട്ടുള്ളതാണ്, സ്കിന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. ഡാർക്ക് ഒരുപാടുണ്ടെങ്കിൽ ഡാർക്ക് കളറിലുള്ള സ്കിൻ ആയിരിക്കും. കുറച്ച് മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ച് ആണ് എങ്കിൽ എന്തായിരിക്കും? ഫെയർ ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കും. അടുത്തതാണ് ഫിയോ മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും ഒരു പിങ്കിഷ് കളർ അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്രൗൺ കളർ തരുന്നതാണ്. നമ്മുടെ ചുണ്ടുകൾക്ക്, നിപ്പിൾസിൽ ഒക്കെയാണ് ഈ ഒരു ഫിയോ മെലാനിൻ വരുന്നത്. പിന്നെ ഉള്ളതാണ് ന്യൂറോ മെലാനിൻ എന്ന് പറയുന്നത്. ന്യൂറോ മെലാനിൻ എന്ന് പറയുമ്പോൾ നെർവ്സിന് കളർ കൊടുക്കുന്നതായിട്ടുള്ളതാണ്. ഈ മെലാനിന്റെ അപാകതയിൽ അല്ലെങ്കിൽ മെലാനിന്റെ ഉൽപാദനം കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ? നിങ്ങൾക്കറിയാം അല്ലെ? വെള്ളപ്പാണ്ട് എന്നൊക്കെ പറയുന്നത്, ആൽബിനിസം, വിറ്റിലിഗോ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിൽ, റോസേസിയെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കണ്ടീഷൻസ്. അപ്പൊ അതിലൊക്കെയാണ് ഈ മെലാനിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ കാണുന്ന രോഗങ്ങളാണ്. ഈ ഏറ്റവും പുറമേയുള്ള കോശത്തിന്റെ പേരായിരുന്നു എന്ത്? എപ്പിഡെർമിസ്. ഞാൻ പറഞ്ഞത് ഈ എപ്പിഡെർമിസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഈ എപ്പിഡെർമിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ദിവസവും കോടിക്കണക്കിന് സെൽസ് ആണ്, അതായത് ചർമ്മത്തിന്റെ സ്കിൻ സെൽസ് ആണ് പൊഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അതിന്റെ സൈസ് അത്രയ്ക്കും ചെറുതാണ്. ഒരു സ്കിൻ കോശത്തിന്റെ സൈസ് എന്ന് പറയുന്നത് 30 മൈക്രോമീറ്റർ ആണ്. മൈക്രോമീറ്റർ ആണ്. അപ്പം വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സൈസ് ആണ് അത്. അപ്പം കണക്കുകൾ പറയുന്നത്, BBC-യിലും നാഷണൽ ജിയോഗ്രാഫിയിലും ഒക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സ്കിൻ സെൽസ്, എത്രത്തോളം സ്കിൻ സെൽസ് ആണ് ഓരോ ദിവസവും പ്രതിദിനം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതിന്റെ കണക്ക് പറയുന്നത് 30,000 മുതൽ 40,000 വരെയുള്ള സ്കിന്നിലെ കോശങ്ങളാണ് ഒരു മണിക്കൂറിൽ നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നത്, അതായത് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പല റിപ്പോർട്ടിലും പലതരത്തിലാണ് പറയുന്നത്. ചിലതിൽ പറയുന്നു ഓരോ സെക്കൻഡിലുമാണ് 30,000 മുതൽ 40,000-ഓളം സ്കിൻ സെൽസ് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ചില റിപ്പോർട്ട്സിൽ പറയുന്നു 30,000 മുതൽ 40,000 വരെയാണ് ഒരു മണിക്കൂറിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മളുടെ സ്കിന്നൊക്കെ അങ്ങ് പോവോ എന്നുള്ളത് അല്ല. ഈ സ്കിന്നുകള് ഇങ്ങനെ കൊഴിഞ്ഞു പോവുമ്പോൾ അതോടൊപ്പം തന്നെ അടിയിൽ നിന്നും പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പുതിയ കോശങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ഏറ്റവും പുറമേയുള്ള ലെയറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എപ്പിഡെർമിസിന്റെ കാര്യമാണ് പറയുന്നത്. ഈ അടിയിൽ പുതിയതായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു കോശങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് വരാനായിട്ട് ഒരു 30 മുതൽ 45 ദിവസം വരെയാണ് എടുക്കുന്നത്. എന്താണ് അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം അതായത് നമ്മൾ ഓരോരുത്തരുടെയും സ്കിന്ന്, ഇന്നത്തെ ഈ ഒരു സ്കിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ഈ ഒരു സ്കിന്ന് അല്ല കഴിഞ്ഞ മാസം ഇതേ ദിവസം ഉണ്ടായിട്ടുള്ള സ്കിന്ന് എന്ന് പറയുന്നത്. ആ സ്കിൻ എന്തായി? കൊഴിഞ്ഞു പോയിട്ട് ഇത് വന്നിരിക്കുന്നത് പുതിയ സ്കിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 30 മുതൽ 45 ദിവസത്തോളമാണ് അടിയിലുള്ള പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു സ്കിന്ന് നമ്മുടെ ശരീരത്തിന്റെ മുകളിലേക്ക്, ഏറ്റവും ടോപ്പ് ലെയറിലേക്ക് വരാൻ എടുക്കുന്ന സമയം. അതാണ് പറഞ്ഞത്, കഴിഞ്ഞ മാസം ഉണ്ടായ സെൽസ് അല്ല നമ്മുടെ ഇന്ന് നമ്മൾ ഈ കാണുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ഒരു സ്കിൻ സെൽസ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടായിരുന്നു ബോസ്റ്റൺ ഗ്ലോബിന്റെ റിപ്പോർട്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ടേബിൾ ഉണ്ട്, അതിൽ പൊടി ഉണ്ടാവും അല്ലെ? നമ്മുടെ ഫോട്ടോ ഫ്രെയിമിലുണ്ട്, നമ്മുടെ വിൻഡോസില്, ജനാലയില് ഒക്കെ ഉണ്ട്, നമ്മളുടെ ബെഡ്ഷീറ്റിലൊക്കെ പൊടിയുണ്ട്. അപ്പം ഈ ഒരു പൊടി എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന പങ്കും വരുന്നത് നമ്മുടെ കൊഴിഞ്ഞു പോയിട്ടുള്ള സ്കിന്നിന്റെ കോശങ്ങളാണ് എന്നാണ്. അതായത് നമ്മുടെ വീട്ടിലെ ഒരു പൊടി എന്ന് പറയുന്നതിലെ ഭൂരിഭാഗവും നമ്മുടെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു സ്കിൻ സെൽസ് ആണ് എന്നാണ് ആ ഒരു പഠനത്തിൽ നിന്നും പറയുന്നത്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് ഞാൻ പറഞ്ഞു പുതിയ സ്കിന്ന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലെ? അതായത് നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ
കൃത്യമായിട്ട് സംരക്ഷണം നമ്മുടെ സ്കിന്നിന് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടായി വരുന്ന സ്കിൻ, ഞാൻ പറഞ്ഞു 30 ദിവസം കൂടുമ്പോഴത്തേക്കും പുതിയ സ്കിന്നാണ് ടോപ്പ് ലെയറിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ നല്ലൊരു സംരക്ഷണമാണ് നമ്മുടെ സ്കിന്നിന് നൽകുന്നത് എങ്കിൽ നമ്മൾക്ക് ഉണ്ടായി വരുന്ന സ്കിന്നിനെ നല്ലതാക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഫെയർനെസ് ഒരു 2-3 ഷെയ്ഡ് വരെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നല്ല ടോൺ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒന്ന് വിചാരിച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഇനി എന്തൊക്കെയാണ് സ്കിന്നിന്റെ ഫങ്ഷൻസ്, സ്കിന്നിന്റെ കർമ്മങ്ങൾ എന്നുള്ളത് നോക്കാം. ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? സ്കിന്ന് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വ്യാപിച്ച് കിടക്കുകയാണ് അല്ലെ സ്കിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണ് ഈ ഒരു സ്കിൻ ഒരു ബാരിയർ ആണ്, ഒരു തടയിടുകയാണ് ചെയ്യുന്നത്. എന്തിൽ നിന്നുമുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മൾക്ക് തരുന്നത്? പലതരത്തിലുള്ള കെമിക്കൽസ്, UV റേഡിയേഷൻ, ഇപ്പൊ നമ്മള് പുറത്ത് അല്ലെ സണ്ണില് സൂര്യന്റെ ചൂട്, സൂര്യരശ്മികൾ നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ഡാമേജസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ സ്കിന്ന് തരുന്നത്. പിന്നെയോ നമ്മുടെ ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നു. നമുക്കറിയാം, ഇപ്പം വളരെ നല്ലോണം ചൂടുണ്ടാവുമ്പോഴത്തേക്കും എന്ത് വരും? സ്വെറ്റ് വരും അല്ലെ, വിയർപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ വിയർക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു കൂളിംഗ് മെക്കാനിസം ആണ്. നമ്മുടെ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അതും സ്കിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളതാണ് സെൻസറി ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് പെയിൻ, ടച്ച്, ടെമ്പറേച്ചർ, അതായത് വേദന, ഇപ്പോൾ സ്കിന്നിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. അതാണ് സെൻസറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒന്ന് നുള്ളിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സൂചി കൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെയും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, പ്രമേഹത്തിലൊക്കെ എത്തുമ്പോഴത്തേക്കുമാണ് ഈ ഒരു സെൻസറി ഫങ്ഷന്റെ ലോസ് ആണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് അല്ലെ, പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതിലൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് കയറാതെ സംരക്ഷിക്കുന്നത് സ്കിന്നാണ്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ ഉൽപാദനം സ്കിന്നിലാണ് നടക്കുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ സ്കിന്നിൽ ഒരു കൊളസ്ട്രോൾ ഉണ്ട്, ഡീഹൈഡ്രോ കൊളസ്ട്രോൾ, 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് പേര് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൊളസ്ട്രോള് നമ്മളിപ്പം പുറത്ത് ഇറങ്ങുകയാണ്. സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കുമ്പോൾ ഈ ഒരു കൊളസ്ട്രോൾ പ്ലസ് സൂര്യരശ്മികളും കൂടി ആകുമ്പോഴത്തേക്കുമാണ് വൈറ്റമിൻ D3 ആയിട്ട് മാറുന്നത്. ഈ ഒരു വൈറ്റമിൻ D3 എന്തിനാണ് നമ്മുടെ ശരീരത്തിലെ ആവശ്യം? നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹീല് ചെയ്യാനായിട്ട്, അതിനെ ഉണക്കുവാനായിട്ടും സ്കിന്നിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് സഹായിക്കുന്നതായിട്ടുള്ളതാണ്. ഇനി നമ്മുടെ സ്കിന്നില് ഹെയർസ് ഉണ്ട് അല്ലെ, രോമങ്ങളുണ്ട്. അപ്പൊ ആ രോമങ്ങളും നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. ഇനി നമ്മുടെ സ്കിന്നിന്റെ, അതായത് ഇന്ത്യൻ സ്കിന്നിന് ബാക്കിയുള്ള രാജ്യങ്ങളുടെ സ്കിന്നിനെ അപേക്ഷിച്ച് നമ്മുടെ സ്കിന്നിന് ചില പ്രത്യേകതകൾ ഉണ്ട്. നമ്മുടെ സ്കിന്ന്, ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി തിക്കർ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അതേപോലെ തന്നെ ഇപ്പം സൂര്യപ്രകാശം ഏൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് സൺബേൺ ഏൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അധികം സാധ്യതയുള്ളത് സ്കിന്ന് ടാനിങ്ങിനാണ്. അതായത് സ്കിന്നിൽ ഉണ്ടാകുന്ന, ചർമ്മത്തിൽ ഉണ്ടാകുന്ന, തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന കരുവാളിപ്പിനാണ് ചാൻസസ് കൂടുതൽ ഒരു സൂര്യരശ്മികൾ ഏൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അതേസമയം ബാക്കിയുള്ള പുറം രാജ്യങ്ങളിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്കിന്നില് ടാനിങ്, കരുവാളിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ അവർ വേഗത്തിലാണ് സൺബേൺ ഏൽക്കുന്നത്. അപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഏത് ബ്രാൻഡ്, ഏത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും, ഞാൻ ഫോറിൻ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോറിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അവരുടെ ഫോറിൻ ആൾക്കാരുടെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അല്ലാതെ ഫോറിൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് യോജിപ്പിച്ച് വരണം എന്നില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് പ്രൊഡക്റ്റ് ആണ്? നമ്മുടെ സ്കിന്നിന് ചേർന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്.
ഇപ്പൊ പണ്ട് മുതൽ നമ്മൾ വലിയൊരു ചട്ടക്കൂട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നല്ല വെളുത്ത സ്കിന്ന് വേണം, വെളുത്ത സ്കിന്നുള്ളവരുടെ പിറകെ പോകുമായിരുന്നു, വെളുത്ത സ്കിന്നിന് വേണ്ടി പ്രാധാന്യം നൽകുന്നവരൊക്കെ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സും ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇന്ന് ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും ആവശ്യം നല്ലൊരു ഫെയർനെസ് എന്നല്ല, അതോടൊപ്പം തന്നെ എന്തും കൂടി പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്നത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്. നല്ല സ്മൂത്ത് അല്ലെ, പിമ്പിൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന്, ആക്നെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന്, സ്പോട്സോ എന്തെങ്കിലും തരത്തിലുള്ള കളങ്കങ്ങളോ ഒക്കെ, ബ്ലമിഷസ് എന്ന് പറയും, അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പാടുകളോ കളങ്കങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്കിന്ന്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ ടോണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന്, അത്തരത്തിലുള്ള ഒരു സ്കിന്നാണ് ഇന്ന് ഏവരും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സുമാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം മെലാനിൻ. ഞാൻ പറഞ്ഞിരുന്നു മെലാനിൻ എന്താണ്? നമ്മുടെ ശരീരത്തിലെ കളറിംഗ് പിഗ്മെന്റ് ആണ്, നമ്മുടെ ശരീരത്തിന് കളർ തരുന്നതായിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്. അത് 3 തരത്തിലുണ്ട് എന്നൊക്കെ ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിൽ വരുന്ന ഒരു നിർണയത്തിനെയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് എന്താണ് അത് അളക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ എത്രത്തോളമാണ് മെലാനിൻ എന്നതിനെ അളക്കുന്നതായിട്ടുള്ള ഒരു സ്കെയിലാണ് ഫിറ്റ്സ്പാട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം അത് എപ്രകാരമാണ്? നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുന്നുണ്ട് അല്ലെ. ആ സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന എഫക്റ്റ് എപ്രകാരമാണ്, കളർ എങ്ങനെയാണ് മാറുന്നത് എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് വരുന്ന ഒരു അളവാണ് ഈ പറയുന്ന സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ ഞാൻ കാണിക്കാം. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒന്നാമത്തേത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫെയർ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. രണ്ടാമത്തേത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫെയർനെസ് കുറഞ്ഞു വരുന്നതായിട്ടുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു സ്കിൻ എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്നത് ഇതിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? 3 മുതൽ 6 വരെയാണ് നമ്മുടെ ഇന്ത്യൻ സ്കിന്ന് വരുന്നത്. 1ലും 2ലും അല്ല, കൂടുതലായിട്ടും കണ്ടുവരുന്നത് 3 മുതൽ 6 വരെ ഉള്ളതിലാണ് ഫേസ് വാഷും അതേപോലെ 3-in-1 ഫേസ് വാഷും. ആദ്യം നമുക്ക് 3-in-1 ഫേസ് വാഷ് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് ചേർന്നിട്ടുള്ളത് എന്നൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഇതിൽ ചേർന്നിരിക്കുന്ന വസ്തുക്കൾ എന്തിനെ സഹായിക്കുന്നുണ്ട്? എക്സസ് ആയിട്ട് ഓയിൽ ഉണ്ടാകുന്നതിനെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖക്കുരു ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ചില ബാക്ടീരിയാസ് ഉണ്ട്, അതിനെയും കൂടി നശിപ്പിക്കുകയും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിലുള്ളത് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് നമ്മുടെ സ്കിന്നില് നോർമൽ ആയിട്ട് ഒരുപാട് ഗ്ലാൻസുകൾ ഉണ്ട്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയും. ഒന്നാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. എന്താണ് സെബേഷ്യസ് ഗ്ലാൻഡ്? അതിൽ നിന്നുമാണ് സെബം എന്ന് പറയുന്നത്, അതായത് ഓയിൽ എന്ന് പറയാം നമുക്ക്. ഓയിലിന്റെ ഉൽപാദനം നടക്കുന്നത് നോർമൽ ആയിട്ട് എല്ലാവരിലും നടക്കുന്നതാണ്. രണ്ടായിട്ട് തരംതിരിക്കാം. ചില ആൾക്കാരിലാണെങ്കിൽ ഒരു ഭയങ്കര ഓയിലി സ്കിൻ ഉള്ളവരുണ്ടാകും അല്ലെ, എപ്പോഴും അവരുടെ മുഖം നോക്കിയാൽ ഭയങ്കര ഓയിലായിരിക്കും. ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓയിലായിരിക്കും. അവരിൽ എന്താണ് ഉണ്ടാകുന്നത്? ഒരുപാട് സെബം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ചിലരിലാണെങ്കിലോ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരുണ്ടാവും. ഓയിലിന്റെ ഉൽപാദനം കുറഞ്ഞവരിലാണ് ഡ്രൈ സ്കിന്ന് കാണുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, അനുദിനം അല്ലെ നമ്മുടെ ശരീരത്തില് കോശങ്ങൾ, സ്കിൻ സെൽസ് നശിച്ചുകൊണ്ടേ, അതായത് പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പൊഴിഞ്ഞു പോകുന്ന സ്കിൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ നിന്നും പുറത്തേക്ക് പോകണം, അതായത് റിമൂവ് ചെയ്തിരിക്കണം. അതല്ല നമ്മുടെ സ്കിന്നിൽ തന്നെ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ് എങ്കിൽ അത് പ്ലസ് ഈ സെബം, ഒരുപാട് സെബമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതായത് ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്കിൽ ഈ കൊഴിഞ്ഞു പോകേണ്ടിയിരുന്ന നമ്മുടെ സ്കിന്നിൽ നിന്നും അടർന്നു വീഴേണ്ടിയിരുന്ന സ്കിൻ കോശങ്ങൾ എന്ത് സംഭവിക്കും? അത് പറ്റിപ്പിടിച്ച് ഇരിക്കാനായിട്ട് തുടങ്ങും സ്കിന്നിൽ. അപ്പൊ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിയാൽ അറിയാം, ഇതാണ് ഈ മഞ്ഞ കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നതാണ് സെബം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ആ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നുമാണ് സെബം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു സെബം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും, ഇത് രോമകൂപമാണ്, ഹെയർ ഫോളിക്കിൾ ആണ്. അപ്പം ഇതിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പം ഡെഡ് സെൽസ് ഉണ്ട്. നമ്മുടെ അടർന്നു പോവേണ്ടിയിരുന്ന ആ ഒരു കോശങ്ങൾ അടർന്നു പോകാതെ നമ്മുടെ സ്കിന്നിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരുപാട് ഹോൾസ്, ഒരുപാട് പോർസ് ഉണ്ട് നമ്മുടെ മുഖത്ത്. അപ്പൊ ആ പോർസ്
ബ്ലോക്ക് ചെയ്യുകയാണ് എങ്കിലാണ് എന്ത് വരുന്നത്, മുഖക്കുരുവായിട്ട് വരുന്നത്. അതിനെ പുറത്തേക്ക് കളയണം അല്ലെ, എക്സസ് ആയിട്ടുള്ള ഒരു ഓയിൽ ഉണ്ട്, അതിനെയൊക്കെ പുറത്തേക്ക് കളയണം. അപ്പൊ അതിനായിട്ട് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു മെക്കാനിസമാണ് ഈ പിമ്പിൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും എന്താകും, നല്ലപോലെ തടിച്ച് വീർത്ത് റെഡിഷ് കളർ ആകും. ചിലപ്പോഴാണെങ്കിൽ പസ്സൊക്കെ പഴുപ്പൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു 3-in-1 ഫേസ് വാഷ് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ മുഖക്കുരു ഉണ്ടാവാനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു, എക്സസ് ആയിട്ടുള്ള ഒരു ഓയിൽ ഉള്ളവർക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ ആക്നെ കോസിംഗ് ആയിട്ടുള്ള, അതായത് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയാസും ഉണ്ട്. അപ്പം അതിനുള്ള ഒരു സംരക്ഷണമാണ് ഈ എക്സസ് ആയിട്ടുണ്ടാകുന്ന ഓയിലിനെ റിമൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്ടീരിയാസ്, മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയാസിനെ നശിപ്പിക്കുകയും കൂടിയിട്ടാണ് നമ്മുടെ 3-in-1 ഫേസ് വാഷ് ചെയ്യുന്നത്. ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്, സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ സാലിസിലിക് ആസിഡ് എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായി, മുഖക്കുരു വരാതിരിക്കാൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ, എക്സസ് ആയിട്ടുള്ള ആ ഒരു ഓയിലിനെ നമ്മൾ നീക്കം ചെയ്തു. ഇനിയും എന്തും കൂടി ചെയ്യണം, ഈ അടർന്നു പോകേണ്ടിയിരുന്ന സ്കിന്നിലെ കോശങ്ങൾ നമ്മുടെ സ്കിന്നിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, അതിനെ അടർത്തി കളയണം അല്ലെ. അതായത് ഒരു സ്ക്രബിങ് എഫക്റ്റ് വേണം, ഒരു എക്സ്ഫോലിയേഷൻ എഫക്റ്റ് വേണം. അതാണ് ഈ സാലിസിലിക് ആസിഡ് തരുന്നത്. നമ്മുടെ ഈ പോർസ്, അടഞ്ഞിരിക്കുന്ന പോർസിനെ തുറക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന നശിച്ചിട്ടുള്ള, ചത്തുപോയിട്ടുള്ള കോശങ്ങളെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും വളരെയധികം അല്ലെ, വളരെ ലക്ഷക്കണക്കിന് കോശങ്ങളാണ് പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിനെ നീക്കം ചെയ്യണം. അപ്പൊ ഈ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേരത്തേതാണ് എന്താണ് ഈ സ്കിൻ, ഈ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് പോകുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തതായിട്ടുള്ളതാണ് വൈറ്റമിൻ കോംപ്ലക്സ്. വൈറ്റമിന്റെയും അതേപോലെ മിനറൽ കോംപ്ലക്സും. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിലും, ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന പ്രൊഡക്ട്സിലൊക്കെ കുറച്ച് സാമാന്യതകളുണ്ട്. അതിലേറെ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളും ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ സാമാന്യത എന്ന് പറയുന്നതാണ് വൈറ്റമിൻസ് ചേർത്തിട്ടുണ്ട്, അതോടൊപ്പം മിനറൽ കോംപ്ലക്സുകളും ചേർത്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ കെയറിൽ, ഫേസിന്റെ കെയറിന് വേണ്ടിയിട്ടുള്ളതിലുമുണ്ട്, ബോഡി കെയറിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, ഞാൻ വൈറ്റമിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ന്യൂട്രി ലൈഫ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും വൈറ്റമിൻസിന്റെ എത്രത്തോളമാണ് പ്രാധാന്യത എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് വൈറ്റമിൻസ് വേണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പുറത്ത്, അതായത് സ്കിന്നിനും വൈറ്റമിൻസിന്റെ ആവശ്യമില്ലേ, അതുപോലെ മിനറൽസിന്റെ ആവശ്യമില്ലേ, ഉണ്ട്. അതിന്റെയൊക്കെ അഭാവത്തിലാണ് സ്കിന്ന് ഡ്രൈ ആവുന്നത്, സ്കിൻ അതിന്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റാതിരിക്കുന്നതും ഒക്കെ. അപ്പം ആ ഒരു ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സിലൊക്കെയും വൈറ്റമിൻസും ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം വൈറ്റമിൻ B5, വൈറ്റമിൻ ഇ മുതലായിട്ടുള്ള വൈറ്റമിൻസ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനറൽ കോംപ്ലക്സുകളും ഉണ്ട്. ഏതൊക്കെ മിനറൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സിമാഗോ എന്ന് നിങ്ങൾ ഓർത്താൽ മതി. സിമാഗോ, ZIMACO. Z എന്ന് പറയുമ്പോഴത്തേക്കും സിങ്ക്, MA പറയുമ്പോൾ മെഗ്നീഷ്യം, CO പറയുമ്പോൾ കോപ്പർ. ഈ 3 മിനറൽസ് ആണ് നമ്മളുടെ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും ഉള്ളത്. സിങ്ക് എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ പെട്ടെന്ന് ഉണക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മിനറൽ ആണ് സിങ്ക് എന്ന് പറയുന്നത്. കോപ്പർ ആണെങ്കിലോ നമ്മുടെ ശരീരത്തിൽ കൊലാജൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൽസ് ഉണ്ട്. എന്താണ് ഈ കൊലാജൻ? ഇനി പോകെ പോകെ നിങ്ങൾക്ക് ഇത് പിന്നെയും കേൾക്കും. ഓക്കെ, അപ്പൊ ഈ കൊലാജൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്കിന്നിലെ രണ്ടാമത്തെ ലെയർ ആണ് ഡെർമിസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 ലെയേഴ്സ് ആണുള്ളത്, എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നടുക്കത്തെ ആ ഒരു ലെയറിലാണ് ഈ പറഞ്ഞ കൊളാജൻ, ഇലാസ്റ്റിൻ, നാച്ചുറൽ മോയ്സ്ചറിങ് ഫാക്ടർ, അങ്ങനെ കുറെ കോശങ്ങളായിട്ട് ഉള്ളത്. അപ്പൊ ഈ ഇലാസ്റ്റിൻ, കൊളാജൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കാം. കൊളാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് സ്ട്രെങ്ത് നൽകുന്നതായിട്ടുള്ളതാണ് കൊളാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇലാസ്റ്റിൻ എന്താണ്? ഇലാസ്റ്റിൻ പേര് പോലെ തന്നെ ഇലാസ്റ്റിക് കർമ്മമാണ്. എന്താണ് ഇലാസ്റ്റിക്കിന്റെ കർമ്മം? നമ്മളിങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ അല്ലെ, കൈ വിട്ടിട്ടുണ്ടെങ്കിൽ അത് അടുത്തേക്ക് വരും അല്ലെ, പിന്നെയും വലിച്ച് അടുത്തേക്ക് വരും. ഇപ്പൊ നമ്മുടെ തന്നെ സ്കിന്ന് നോക്കിയാൽ അറിയാം, നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് വിട്ടിട്ട് പോകുന്നുണ്ട് അല്ലെ.
റിലീസ് ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നിൽ നല്ല റിജിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഇലാസ്റ്റിൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മടക്കാനൊക്കെ പറ്റുമായിരുന്നു, സ്കിൻ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുകയായിരുന്നു എങ്കിൽ ഇല്ല അല്ലെ. സ്കിൻ, അതാണ് ഇലാസ്റ്റിന്റെ കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഇലാസ്റ്റിക് എന്ത് കർമ്മം ചെയ്യുന്നു അത് തന്നെയാണ് ഈ ഒരു ഇലാസ്റ്റിന് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ അളവിൽ ഉണ്ടാകുന്ന കുറവ് പ്രായം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കാണാനായിട്ട് സാധിക്കും. അപ്പം അതിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോപ്പർ സഹായിക്കുന്നത്. കോപ്പർ എന്ന് പറയുന്ന മിനറൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇലാസ്റ്റിന്റെയും കൊളാജന്റെയും അളവിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുക്കും ചുളിവുകളും ഒക്കെ കുറയ്ക്കുകയാണ് മെഗ്നീഷ്യം ചെയ്യുന്നത്. അപ്പൊ ഈ 3 മിനറൽസും നമ്മുടെ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും ഉണ്ട്. പോകെ പോകെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളതാണ്. ട്രൈ മിനറൽസ് ആണ്. ഏതൊക്കെയാണ്? സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ. അതോടൊപ്പം തന്നെ വൈറ്റമിൻസും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ, അതായത് സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താണുള്ളത്? അലോയ് വേറയും നമ്മുടെ ഈ ഒരു 3-in-1 ഫേസ് വാഷിലുണ്ട്. എന്താണ് അലോയ് വേറയുടെ ഗുണം? അലോയ് വേറ ജെല്ല് അല്ലെ, അത് മുഖത്ത് പുരട്ടുന്നുണ്ട്. നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്നിനെ തരാനും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഇനിയുള്ളതാണ്, അടുത്തതായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളതാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. ടീ ട്രീ ഓയിൽ നമ്മൾ മുന്നേയും കണ്ടിട്ടുള്ളതാണ്. ടീ ട്രീ ഓയിലിന്റെ കർമ്മം എന്ന് പറയുന്നത് അത് ആന്റി ബാക്ടീരിയൽ കർമ്മമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനെ എതിരെ പ്രവർത്തിക്കുന്നു? ബാക്ടീരിയാസ്, പിമ്പിൾസിന് ബാക്ടീരിയാസ് മൂലം ഉണ്ടാകുന്ന മുഖക്കുരുവിന് എതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ആന്റി ഇച്ചിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അതായത് ചൊറിച്ചിൽ ഇല്ലാതാക്കുന്നു ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്? ഇതിൽ ടീ ട്രീ ഓയിൽ ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, മൾട്ടി വൈറ്റമിൻ കോംപ്ലക്സ് ഉണ്ട്, മിനറൽ കോംപ്ലക്സുകളും ഉണ്ട്. ഇത് എന്തിനാണ്? ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇത് എന്തിനാണ് അല്ലെ? ഓയിൽ, എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന ഓയിൽ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്നു. അതുമൂലം ഉണ്ടാകുന്ന മുഖക്കുരുവിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്? നമ്മുടെ പേരെന്താണ് ഈ ഫേസ് വാഷിന്റെ? 3-in-1 ഫേസ് വാഷ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 3-in-1 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മൂന്ന് പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരം എന്നതാണ്. എന്താണ് ഈ 3 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പിമ്പിൾ, ആക്നെ സ്പോട്സ്, മുഖക്കുരു ഉണ്ടാകുന്ന പാടുകൾ അല്ലെ, മുഖക്കുരു പോയിട്ടുണ്ടെങ്കിൽ പാടുകൾ ഉണ്ടാവും. ഈ 3 എണ്ണത്തിനുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ 3-in-1 ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇത് പുറമേയുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. ഇത് എപ്രകാരമാണ് അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാം അല്ലെ, ഫേസ് വാഷ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഒരു ലേശം നമ്മുടെ കയ്യിലേക്ക് എടുക്കുക, ആവശ്യത്തിന് കുറച്ച് വെള്ളത്തിൽ ഒരു മിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. സർക്കുലാർ മോഷനിൽ അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നല്ല വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഇപ്പം അധികമായിട്ട് ഓയിലി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ദിവസേന ഒരു 2-3 പ്രാവശ്യം ഒക്കെ തേക്കാം, അല്ലെങ്കിൽ രാവിലെയും രാത്രിയും തേച്ചിട്ടുണ്ടെങ്കിൽ മതി. കുട്ടികൾക്ക് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിലും മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് അല്ലെ. അപ്പം നമ്മുടെ ഈ ഒരു പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിൽ ഉള്ളതാണ് സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? നമ്മുടെ ഓരോ പ്രൊഡക്ട്സിലും, ഇപ്പം ഈ ഒരു 3-in-1 ഫേസ് വാഷിന്റെ കാര്യം എടുക്കാം, ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഉണ്ട്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ളതും ഉണ്ട്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്തുവാണ് നമ്മുടെ 3-in-1 ഫേസ് വാഷിൽ ചേർത്തിട്ടുള്ള ആ ഒരു വസ്തുവാണ് ആ 3-in-1 ഫേസ് വാഷിന്റെ കർമ്മം വഹിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിൽ അതായത് ചില ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതിനെ സഹായിക്കുന്നതായിട്ടുള്ളതുണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രധാനമായിട്ടുള്ള ആ ഒരു കർമ്മം വഹിക്കുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു വസ്തു, ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, അത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ അത് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, അത് എപ്രകാരമാണ് കർമ്മം ചെയ്യുന്നത്, അതായത് പെർഫോമൻസ് എന്ന് പറയും അല്ലെ. അതിന്റെ പെർഫോമൻസ് എപ്രകാരമാണ് എന്ന് നോക്കിയതിനു ശേഷം അത് കൃത്യമായിട്ട് അനലൈസിസ് ചെയ്യുന്നുണ്ട്.
പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, അതിന്റെ ഒരുപാട് ഡോക്യുമെന്റേഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നൽകുന്ന സർട്ടിഫിക്കേഷൻ ആണ്, സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് എന്താണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് കൃത്യമായിട്ടാണ് അതിന്റെ കർമ്മം നിർവഹിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊക്കെ തന്നെയും ഈ ഒരു ഇൻഗ്രീഡിയന്റ് ചേർത്തത് മൂലം നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഉണ്ട് എന്നതിന്റെ സർട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഇപ്പം ഈ പറഞ്ഞത്. അപ്പം ഇത് പോകെ പോകെ നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിലും ഉണ്ട്. അപ്പൊ ഇതൊരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിൽ പതിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത്രയുമാണ് നമ്മുടെ 3-in-1 ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് സ്കിന്നുകാർക്ക് ഉപയോഗിക്കാനായിരിക്കും കുറച്ചുകൂടി നല്ലത്? ഓയിൽ സ്കിൻ ആയിട്ടുള്ളത് അല്ലെ, അമിതമായിട്ടുള്ള ഓയിൽ സെക്രീഷൻസ് ഉണ്ടാകുന്നവർക്കാണ് ഇത് കുറച്ചുകൂടി